മുൻപ് ഞാൻ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ആ ഡ്രസ്സിംഗ് റൂമിൽ കയറി പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലായി കാണും. എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോയതാ. പട്ടി കുരയ്ക്കും എന്നുള്ള സീനുള്ളതുകൊണ്ട് നമുക്ക് പബ്ലിക് ആയിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ കസേരയുണ്ട്, ആ കസേര ഞാൻ കൈ വെച്ച് തറയിലിരുന്നാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ഇവനായിട്ട് എന്തോ അടി ഉണ്ടാക്കിയിട്ടോ ക്ലാഷ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അതിനകത്ത് കയറി പോകുന്നത്. അവനായിട്ട് വേറെ ആരുമായിട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവൻ അവിടെ വന്നിരിക്കുന്നു, ആ സൈഡിൽ വന്നിരിക്കുന്നു. ഇവൻ പറയുന്നു എണിച്ച് വാങ്ങാൻ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ഞാൻ മൈക്ക് ഇട്ടിട്ടുണ്ട്, എൻ്റെ കഴുത്തിൽ അപ്പോഴും മൈക്ക് കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവൻ്റെ കൈ പിടിച്ച് ഞാൻ താഴെ നിന്നാണ് പൊങ്ങി എണിച്ചിരുന്നത്. സോ ക്ലിയർ ആയിട്ട് നോക്കിയാൽ ഇവൻ മനസ്സിലാവുമായിരിക്കും. അത് ഇനിയിപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുകയാണോ. അപ്പം ഞാൻ എണ്ണിച്ച് വരികയാണ്. ഈ എണ്ണിച്ച് വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അതവന് കാണിച്ചു കൊടുക്കുന്നു. ഒരു മര്യാദ ഇല്ലാതാണ് പറയുന്നത്, ഒരു മര്യാദ ഇല്ലാതെ. ഇത് കാണുന്ന ഇപ്പം ഞാൻ കൈ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും അല്ല എൻ്റെ വീട്ടുകാർ അത്രയും ഹേർട്ട് ചെയ്യുന്നത്. അവർ ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് ആൾക്കാർ ഇങ്ങനെ പറയുകയാണ്. ഇവർക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ബോയ്സ് ആണ്, ഫ്രണ്ട്സ് എന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷേ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല, ഇവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഈ ആ കൊച്ചു ആ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് അത് കാണിച്ചു ഇത് കാണിച്ചു. എന്താണ് ഈ 10-70 ക്യാമറയ്ക്കകത്തുനിന്ന് എന്ത് കാണിക്കാനാണ്? തലയ്ക്ക് ഓളം ഉണ്ടോ അല്ലെങ്കിൽ തലയ്ക്ക് ബോധമില്ലേ?